നമസ്കാരം. മധ്യേഷ്യൻ രാഷ്ട്രീയത്തെയും ആഗോള സാമ്പത്തിക വ്യവസ്ഥയെയും ഒരുപോലെ പിടിച്ചുലയ്ക്കുന്ന അതീവ ഗുരുതരമായ സാഹചര്യമാണ് ഹോർമുസ് കടലിടുക്കിൽ രൂപപ്പെട്ടിരിക്കുന്നത്. ഇറാനുമായുള്ള ആണവ ചർച്ചകൾ പരാജയപ്പെട്ടതിനെ തുടർന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ച നാവിക ഉപരോധം അന്താരാഷ്ട്ര തലത്തിൽ വലിയ പ്രത്യാഘാതങ്ങൾക്കാണ് വഴിമരുന്നിടുന്നത്. ലോകത്തിലെ ആകെ എണ്ണ വിതരണത്തിൻ്റെ 1/5 കടന്നുപോകുന്ന ഈ തന്ത്രപ്രധാനമായ പാതയിൽ നിയന്ത്രണങ്ങൾ വരുന്നതോടെ ആഗോള എണ്ണ വിപണി സ്തംഭനാവസ്ഥയിലാവുകയും ഊർജ്ജ പ്രതിസന്ധി രൂക്ഷമാവുകയും ചെയ്തിരിക്കുന്നു. സമാധാനത്തിനായുള്ള നയതന്ത്ര ശ്രമങ്ങൾ വിഫലമായതും യുദ്ധസമാനമായ സാഹചര്യങ്ങൾ നിലനിൽക്കുന്നതും ലോക രാജ്യങ്ങളെ വലിയ ആശങ്കയിലാഴ്ത്തുന്നു. ഇസ്ലാമാബാദിൽ വെച്ച് നടന്ന ചർച്ചകളിൽ ഇറാൻ്റെ ആണവമോഹങ്ങളെ തടയുക എന്നതായിരുന്നു അമേരിക്കയുടെ പ്രധാന ലക്ഷ്യം. വൈസ് പ്രസിഡന്റ് JD വാൻസ്, സ്പെഷ്യൽ എൻവോയ് സ്റ്റീവ് വിറ്റ്കോഫ്, ജാറഡ് കുഷ്ണർ എന്നിവരടങ്ങിയ ഉയർന്ന ഉദ്യോഗസ്ഥ സംഘം ഇറാൻ പ്രതിനിധികളുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ചർച്ചകളിൽ പല നിർണായക വിഷയങ്ങളിലും ധാരണയായി എങ്കിലും ആണവായുധം എന്ന വിഷയത്തിൽ ഇറാൻ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് സ്വീകരിച്ചത് ചർച്ചകൾ പരാജയപ്പെടുത്തുന്നതിലേക്ക് നയിച്ചു. ഇറാൻ ഒരിക്കലും ആണവായുധം കൈവശം വയ്ക്കില്ലെന്ന തൻ്റെ ദൃഢനിശ്ചയം ട്രംപ് ആവർത്തിക്കുകയും ഇതിൻ്റെ ഭാഗമായി ഹോർമുസ് കടലിടുക്കിൽ അടിയന്തര ഉപരോധം ഏർപ്പെടുത്താൻ നാവികസേനയോട് ഉത്തരവിടുകയും ചെയ്തു. അന്താരാഷ്ട്ര ജലപരിധിയിൽ വെച്ച് ഇറാൻ നിയമവിരുദ്ധമായി ടോൾ ഈടാക്കുന്ന എല്ലാ കപ്പലുകളെയും അമേരിക്കൻ നാവികസേന തടയുമെന്നാണ് ട്രംപ് അറിയിച്ചിരിക്കുന്നത്. ഇത്തരത്തിൽ ടോൾ നൽകുന്നവർക്ക് സമുദ്രപാതയിൽ സുരക്ഷിതമായ യാത്ര ഉറപ്പു നൽകാനാവില്ലെന്നും ട്രംപ് ട്രൂത്ത് സോഷ്യലിലൂടെ വ്യക്തമാക്കി. ഇറാൻ്റെ വരുമാന മാർഗങ്ങളെ തകർക്കുക എന്നതിലുപരി അവരെ സൈനികമായി നേരിടാൻ അമേരിക്കൻ സേന സജ്ജമാണെന്ന മുന്നറിയിപ്പും ഇതിലൂടെ നൽകുന്നു. ഇറാനുമായി ബന്ധമുള്ള കപ്പലുകളെ തടയുമെന്ന അമേരിക്കയുടെ പ്രഖ്യാപനം ആഗോള സമുദ്ര വ്യാപാര മേഖലയിൽ വലിയ ആശങ്കകൾക്കാണ് വഴി തുറന്നിരിക്കുന്നത്. ലോകത്തെ ഏറ്റവും തന്ത്രപ്രധാനമായ ഹോർമുസ് കടലിടുക്ക് ഉൾപ്പെടെയുള്ള മേഖലകളിൽ അമേരിക്കൻ നാവികസേന നിരീക്ഷണം ശക്തമാക്കുമ്പോൾ അത് ഇന്ത്യൻ കപ്പലുകളെയും രാജ്യത്തിൻ്റെ വ്യാപാര താൽപ്പര്യങ്ങളെയും എങ്ങനെ ബാധിക്കുമെന്നത് ഗൗരവകരമായി വിശകലനം ചെയ്യേണ്ട വിഷയമാണ്. ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം ഇറാൻ ഒരു തന്ത്രപ്രധാന പങ്കാളിയാണ് എങ്കിലും അമേരിക്കയുമായുള്ള പ്രതിരോധ സാമ്പത്തിക ബന്ധങ്ങളും അത്യന്തം നിർണായകമാണ്. ഈ സാഹചര്യത്തിൽ അമേരിക്കയുടെ കർശനമായ നിലപാടുകൾ ഇന്ത്യൻ കപ്പലുകളെ നേരിട്ട് തടയുന്നതിലേക്ക് നയിക്കുമോ എന്ന ചോദ്യത്തിന് ലളിതമായ ഒരു ഉത്തരമില്ല. സാധാരണ നിലയിൽ ഇന്ത്യൻ ഉടമസ്ഥതയിലുള്ളതോ ഇന്ത്യൻ പതാക വഹിക്കുന്നതോ ആയ കപ്പലുകളെ അമേരിക്കൻ സൈന്യം ബോധപൂർവം തടയാൻ സാധ്യത കുറവാണ്. ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധം അത്രമേൽ ശക്തമാണ് എന്നത് തന്നെയാണ് ഇതിൻ്റെ പ്രധാന കാരണം. എന്നാൽ ഇറാൻ സൈന്യമായ IRGCയുടെ നിയന്ത്രണത്തിലുള്ള കപ്പലുകളെയും ഉപരോധം ലംഘിച്ച് എണ്ണ കടത്തുന്ന കപ്പലുകളെയും ലക്ഷ്യം വെച്ചുള്ള അമേരിക്കൻ നീക്കങ്ങൾക്കിടയിൽ ഇന്ത്യൻ ചരക്കുകൾ വഹിക്കുന്ന കപ്പലുകളും പരിശോധനകൾക്ക് വിധേയമായേക്കാം. ഹോർമുസ് കടലിടുക്ക് വഴി കടന്നു പോകുന്ന കപ്പലുകളിൽ ഇറാനിൽ നിന്നുള്ള നിരോധിത ചരക്കുകളോ ഉപരോധം ബാധകമായ ഇന്ധനമോ ഉണ്ടെന്ന സംശയമുയർന്നാൽ അമേരിക്കൻ നാവികസേന അവ തടഞ്ഞു നിർത്താനും പരിശോധനകൾ നടത്താനും മുതിർന്നേക്കാം. ഇത് ഇന്ത്യൻ കപ്പലുകളുടെ യാത്രാ സമയത്തെ ബാധിക്കുകയും സമുദ്ര വ്യാപാരത്തിൽ അസ്ഥിരതയുണ്ടാക്കുകയും ചെയ്യും. ഹോർമുസ് കടലിടുക്കിലൂടെയാണ് ലോകത്തിലെ എണ്ണ വ്യാപാരത്തിൻ്റെ വലിയൊരു ഭാഗം നടക്കുന്നത് എന്നതിനാൽ ഈ മേഖലയിൽ ഉണ്ടാകുന്ന ഏത് സൈനിക നീക്കവും ഇന്ത്യയെ സാമ്പത്തികമായി പ്രതികൂലമായി ബാധിക്കും. അമേരിക്കൻ പ്രഖ്യാപനത്തെ തുടർന്ന് ആ പ്രദേശം ഒരു യുദ്ധമേഖലയായി പ്രഖ്യാപിക്കപ്പെട്ടാൽ അന്താരാഷ്ട്ര ഇൻഷുറൻസ് കമ്പനികൾ കപ്പലുകൾക്ക് പരിരക്ഷ നൽകുവാൻ തയ്യാറാക്കാത്ത സാഹചര്യം പോലും ഉണ്ടായേക്കാം. ഇത് ഇന്ത്യൻ ഷിപ്പിംഗ് കമ്പനികൾക്ക് വലിയ സാമ്പത്തിക ബാധ്യത വരുത്തിവെക്കും. കൂടാതെ കപ്പലുകൾ തടയുമെന്ന ഭീതി നിലനിൽക്കുന്നത് കപ്പൽ വാടക കുത്തനെ ഉയരുവാൻ കാരണമാകും. ഇത് ഇന്ത്യയിലേക്കുള്ള ഇന്ധന ഇറക്കുമതിയെയും മറ്റ് ചരക്ക് നീക്കങ്ങളെയും നേരിട്ട് ബാധിക്കുകയും രാജ്യത്തെ വിപണിയിൽ വിലക്കയറ്റത്തിന് വഴിവെക്കുകയും ചെയ്യും. ഇറാൻ ഇന്ത്യക്ക് നൽകിയ സവിശേഷമായ ഇളവുകളും ചബഹാർ തുറമുഖം പോലെയുള്ള പദ്ധതികളും അമേരിക്കൻ നീക്കങ്ങൾക്കിടയിൽ എങ്ങനെ നിലനിൽക്കും എന്നതും നിർണായകമാണ്. അമേരിക്കയുടെ നിലപാട് കടുപ്പിക്കുന്നത് ഇന്ത്യയുടെ സമുദ്ര വ്യാപാര പാതകളിൽ തടസ്സങ്ങൾ സൃഷ്ടിച്ചേക്കാം. ഇത്തരം സങ്കീർണമായ സാഹചര്യങ്ങളിൽ ഇന്ത്യ സാധാരണയായി നയതന്ത്ര ചർച്ചകളിലൂടെയാണ് പ്രതിസന്ധികൾ പരിഹരിക്കാറുള്ളത്. അമേരിക്കൻ കപ്പലുകൾ ഇന്ത്യൻ കപ്പലുകളെ നേരിട്ട് ആക്രമിക്കാനോ തടയാനോ മുതിരില്ല എന്നും ഇറാനെതിരെയുള്ള സൈനിക നടപടികൾക്കിടയിൽ ഇന്ത്യൻ കപ്പലുകൾ പരോക്ഷമായി ഇരകളാകാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല. ചുരുക്കത്തിൽ അമേരിക്കയുടെ ഈ പ്രഖ്യാപനം ഇന്ത്യൻ കപ്പലുകളെ നേരിട്ട് ലക്ഷ്യം വയ്ക്കുന്നില്ല എങ്കിൽ പോലും അന്താരാഷ്ട്ര സമുദ്രപാതകളിലെ സംഘർഷാവസ്ഥ ഇന്ത്യയുടെ സാമ്പത്തിക സുരക്ഷയ്ക്ക് വലിയൊരു വെല്ലുവിളിയായി മാറും എന്നത് ഉറപ്പാണ്. അന്താരാഷ്ട്ര സമുദ്രപാതകളിൽ ഇന്ത്യൻ കപ്പലുകൾ അമേരിക്കൻ സൈന്യത്താൽ തടയപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ അത് ആധുനിക നയതന്ത്ര ചരിത്രത്തിലെ ഏറ്റവും സങ്കീർണമായ പ്രതിസന്ധികളിൽ ഒന്നായി മാറും. ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം അമേരിക്ക ഒരു തന്ത്രപ്രധാന പങ്കാളിയാണ് എങ്കിലും രാജ്യത്തിൻ്റെ പരമാധികാരത്തിനും സാമ്പത്തിക താൽപ്പര്യങ്ങൾക്കും മേലുള്ള കടന്നുകയറ്റത്തെ ഇന്നത്തെ ഭാരതം ഒരിക്കലും അംഗീകരിക്കില്ല. ഇത്തരം ഒരു സാഹചര്യം ഉടലെടുത്താൽ ഭാരതത്തിൻ്റെ ആദ്യ പ്രതികരണം ശക്തമായ നയതന്ത്ര സമ്മർദ്ദമായിരിക്കും. വിദേശകാര്യ മന്ത്രാലയം വഴി വാഷിംഗ്ടണുമായി നേരിട്ട് ബന്ധപ്പെടുകയും കപ്പലുകൾ തടഞ്ഞുവെച്ചതിൻ്റെ നിയമപരമായ കാരണങ്ങൾ തേടുകയും ചെയ്യും. അന്താരാഷ്ട്ര സമുദ്ര നിയമങ്ങളുടെ ലംഘനമാണിതെന്ന് ചൂണ്ടിക്കാട്ടി
ആഗോളതലത്തിൽ പിന്തുണ തേടാനായിരിക്കും ഇന്ത്യയുടെ പ്രാഥമിക ശ്രമം. ഇന്ത്യയെ പോലൊരു വലിയൊരു സാമ്പത്തിക ശക്തിയുടെ കപ്പലുകൾ തടയുന്നത് ആഗോള വ്യാപാരത്തെ ബാധിക്കും എന്നതിനാൽ അന്താരാഷ്ട്ര സമൂഹത്തിൻ്റെ സമ്മർദ്ദം അമേരിക്കയ്ക്ക് മേൽ ചെലുത്തുവാൻ ഇന്ത്യക്ക് സാധിക്കും. നയതന്ത്ര ചർച്ചകൾ പരാജയപ്പെടുന്ന ഘട്ടത്തിൽ മാത്രമേ സൈനിക നടപടികളെക്കുറിച്ച് ഭാരതം ചിന്തിക്കുകയുള്ളൂ. ഇന്ത്യൻ നാവികസേന ഇന്ന് ലോകത്തിലെ തന്നെ ഏറ്റവും കരുത്തുറ്റ സൈന്യങ്ങളിൽ ഒന്നാണ്. ഹോർമുസ് കടലിടുക്കോ അറബിക്കടലോ പോലുള്ള മേഖലകളിൽ ഇന്ത്യൻ കപ്പലുകൾക്ക് സുരക്ഷയൊരുക്കുവാൻ ഇന്ത്യൻ നാവികസേനയ്ക്ക് പ്രത്യേക സംവിധാനങ്ങളുണ്ട്. ഓപ്പറേഷൻ സങ്കല്പ പോലുള്ള ദൗത്യങ്ങളിലൂടെ മുമ്പും ഇന്ത്യ ഇത്തരം മേഖലകളിൽ കപ്പലുകൾക്ക് കാവലൊരുക്കിയിട്ടുമുണ്ട്. ഒരു കപ്പൽ തടയപ്പെട്ടാൽ അത് മോചിപ്പിക്കുവാൻ കമാൻഡോ ഓപ്പറേഷനുകൾ നടത്തുക എന്നത് സൈനികമായി സാധ്യമാണ് എങ്കിലും അമേരിക്കയെ പോലൊരു വൻ ശക്തിക്കെതിരെ നേരിട്ടുള്ള സൈനിക ഏറ്റുമുട്ടലിലേക്ക് ഇന്ത്യ പെട്ടെന്ന് നീങ്ങുവാൻ സാധ്യത കുറവാണ്. കാരണം അത്തരമൊരു നീക്കം ഒരു വലിയ പ്രാദേശിക യുദ്ധത്തിലേക്കോ ആഗോള സാമ്പത്തിക തകർച്ചയിലേക്കോ നയിച്ചേക്കാം. എന്നിരുന്നാലും രാജ്യത്തിൻ്റെ അഭിമാനത്തെയും സുരക്ഷയും ബാധിക്കുന്ന വിഷയത്തിൽ ഭാരതം വിട്ടുവീഴ്ച ചെയ്യില്ല. കപ്പലുകൾ മോചിപ്പിക്കുവാൻ സൈനികമായ കരുത്ത് പ്രകടിപ്പിക്കാനും ആവശ്യമായി വന്നാൽ നാവിക വ്യൂഹത്തെ അങ്ങോട്ട് അയച്ച് സമ്മർദ്ദം ചെലുത്തുവാനും ഇന്ത്യ മടിക്കില്ല. അമേരിക്കയുമായുള്ള പ്രതിരോധ സഹകരണ കരാറുകൾ റദ്ദാക്കുകയോ സാമ്പത്തികമായ തിരിച്ചടികൾ നൽകുന്നതിനെക്കുറിച്ച് ഇന്ത്യ ആലോചിക്കും. സൈനിക നടപടി എന്നത് അവസാനത്തെ പോംവഴി മാത്രമായിരിക്കും. എന്നാൽ ഇന്ത്യൻ നാവികസേനയുടെ മാർക്കോസ് കമാൻഡോകൾക്ക് ഇത്തരം സാഹചര്യങ്ങളിൽ കപ്പലുകൾ പിടിച്ചെടുക്കാനോ മോചിപ്പിക്കാനോ ഉള്ള ശേഷിയുണ്ട്. ശത്രു രാജ്യങ്ങളിൽ നിന്നുള്ള ഭീഷണിയാണെങ്കിൽ സൈനിക നടപടി ഉറപ്പാണെങ്കിലും ഒരു സുഹൃത്ത് രാജ്യമായ അമേരിക്കയുമായി ഇത്തരം ഒരു പ്രശ്നമുണ്ടായാൽ അത് ചർച്ചകളിലൂടെ പരിഹരിക്കാനായിരിക്കും ഇന്ത്യയുടെ മുൻഗണന. ഷിപ്പിംഗ് മേഖലയിലെ സുരക്ഷ ഉറപ്പാക്കാൻ ഇന്ത്യൻ നാവികസേന ഇതിനകം തന്നെ അന്താരാഷ്ട്ര തലത്തിൽ വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. ഇന്ത്യൻ കപ്പലുകൾക്ക് നേരെ ഉണ്ടാകുന്ന ഏതുതരം വെല്ലുവിളിയും നേരിടാൻ തയ്യാറാണെന്ന സന്ദേശം ഇന്ത്യ പലപ്പോഴും നൽകാറുമുണ്ട്. ചുരുക്കത്തിൽ അമേരിക്ക ഇന്ത്യൻ കപ്പലുകളെ തടയുകയാണെങ്കിൽ ഇന്ത്യ ആദ്യം നയതന്ത്രപരമായി അതിനെ നേരിടുകയും അത് ഫലം കണ്ടില്ലെങ്കിൽ സൈനികമായ ജാഗ്രതയോടെ കപ്പലുകളുടെ സുരക്ഷ ഉറപ്പാക്കാൻ മുന്നോട്ടിറങ്ങുകയും ചെയ്യും. രാജ്യത്തിൻ്റെ സമുദ്ര വ്യാപാര പാതകൾ സംരക്ഷിക്കുവാൻ ഏത് പരിധിവരെ പോകുവാനും ഭാരതത്തിന് ഇന്ന് കരുത്തുണ്ട്. ഇന്ത്യ അമേരിക്ക യുദ്ധ സാഹചര്യം ഉണ്ടായാൽ അത് ആഗോള രാഷ്ട്രീയത്തിലും സാമ്പത്തിക വ്യവസ്ഥയിലും ഉണ്ടാക്കുന്ന ആഘാതം വിവരണാതീതമായിരിക്കും. ലോകത്തിലെ ഏറ്റവും വലിയ സമ്പദ് വ്യവസ്ഥയായ അമേരിക്കയും അതിവേഗം വളരുന്ന വലിയ സമ്പദ് വ്യവസ്ഥയെ ഇന്ത്യയും തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ ആഗോള വിപണി ഇടിയും. ഇന്ത്യയിലെ IT മേഖല, ഫാർമസ്യൂട്ടിക്കൽ, സേവന മേഖല എന്നിവയെ ആശ്രയിച്ചാണ് പല പാശ്ചാത്യ രാജ്യങ്ങളും ഇന്ന് പ്രവർത്തിക്കുന്നത്. യുദ്ധമുണ്ടായാൽ ആഗോള സപ്ലൈ ചെയിൻ പൂർണ്ണമായും തടസ്സപ്പെടുകയും ലോകമെമ്പാടും അതിഭീകരമായ വിലക്കയറ്റവും സാമ്പത്തിക മാന്ദ്യവും ഉണ്ടാവുകയും ചെയ്യും. ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള യുദ്ധം ചൈനയ്ക്കും റഷ്യയ്ക്കും വലിയൊരു അവസരമായി മാറും. ഏഷ്യയിൽ അമേരിക്കയുടെ ഏറ്റവും വലിയ സഖ്യകക്ഷിയായി മാറിക്കൊണ്ടിരിക്കുന്ന ഇന്ത്യയുമായി അമേരിക്ക കൊമ്പ് കോർത്താൽ ആ വിടവ് നികത്തുവാൻ ചൈന ശ്രമിക്കും. ഇത് ദക്ഷിണേഷ്യയിലെയും പസഫിക് മേഖലയിലും ചൈനയുടെ ആധിപത്യം വർദ്ധിപ്പിക്കും. നിലവിലുള്ള ആഗോള രാഷ്ട്രീയ ചേരികളിൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കുകയും ലോകം വീണ്ടും മറ്റൊരു ശീതയുദ്ധത്തിലേക്കോ അല്ലെങ്കിൽ മൂന്നാം ലോക മഹായുദ്ധത്തിലേക്കോ നീങ്ങുകയും ചെയ്യും. അമേരിക്കയിൽ വസിക്കുന്ന ദശലക്ഷക്കണക്കിന് ഇന്ത്യൻ വംശജരുടെ ഭാവി വലിയ പ്രതിസന്ധിയിലാകും. ഇത് രണ്ട് രാജ്യങ്ങൾക്കിടയിലുള്ള സാമൂഹികമായ ബന്ധങ്ങളെ തകർക്കും. കൂടാതെ ഐക്യരാഷ്ട്രസഭ പോലെയുള്ള അന്താരാഷ്ട്ര സംഘടനകളുടെ പ്രസക്തി ചോദ്യം ചെയ്യപ്പെടും. ലോകത്തെ രണ്ട് വലിയ ജനാധിപത്യ രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധം ജനാധിപത്യ മൂല്യങ്ങൾക്ക് ആഗോളതലത്തിലേൽക്കുന്ന വലിയൊരു പ്രഹരം കൂടിയായിരിക്കും. ഇന്ത്യൻ പ്രതിരോധ സേനയുടെ ആയുധങ്ങളുടെയും സാങ്കേതിക വിദ്യയുടെയും ചെറിയൊരു ഭാഗം അമേരിക്കയിൽ നിന്നുള്ളതാണ്. യുദ്ധമുണ്ടായാൽ ഈ വിതരണം നിലയ്ക്കും. ഇത് ഇന്ത്യയെ റഷ്യയിലേക്കോ മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിലേക്കോ കൂടുതൽ അടുപ്പിക്കാൻ പ്രേരിപ്പിക്കും. ക്വാഡ് പോലെയുള്ള സഖ്യങ്ങൾ തകരുന്നത് ഇൻഡോ പസഫിക് മേഖലയിലെ സുരക്ഷയെ ബാധിക്കുകയും കടൽക്കൊള്ളയും മറ്റ് നിയമവിരുദ്ധ പ്രവർത്തനങ്ങളും വർദ്ധിക്കുവാൻ കാരണമാവുകയും ചെയ്യും. ചുരുക്കത്തിൽ ഇന്ത്യ അമേരിക്ക യുദ്ധം എന്നത് കേവലം രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള പോരാട്ടമായിരിക്കില്ല, മറിച്ച് അത് ആധുനിക ലോകക്രമത്തിൻ്റെ തന്നെ അന്ത്യമായിരിക്കും. ലോകസമാധാനത്തിനും പുരോഗതിക്കും ഈ രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള സൗഹൃദം അനിവാര്യമാണ്. നയതന്ത്രപരമായ ചർച്ചകളിലൂടെ ഏത് പ്രശ്നവും പരിഹരിക്കുക എന്നതാണ് ലോകം ഇത്തരമൊരു സാഹചര്യത്തിൽ ആഗ്രഹിക്കുന്നത്. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകളുമായി ദേശീയതയുടെയും സമാജത്തിൻ്റെയും ശാക്തീകരണത്തിനു വേണ്ടി തത്തുമൈയുടെ ജൈത്രയാത്ര തുടരുകയാണ്. യൂട്യൂബിൽ മാത്രം തത്തുമൈക്ക് 10 ലക്ഷം സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്താൻ ഏതാനും ചുവടുകൾ മാത്രമാണ് ബാക്കി. മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും തത്തുമൈയുടെ നിറസാന്നിധ്യം തുടരുകയാണ്. ഈ അവസരത്തിൽ ഞങ്ങൾക്ക് നിങ്ങളോടുള്ള അഭ്യർത്ഥന ഞങ്ങളോടൊപ്പം നിൽക്കുക എന്നുള്ളതാണ്. നിങ്ങൾ ഉപയോഗിക്കുന്ന ഏത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ആണെങ്കിലും ഞങ്ങളുടെ വരിക്കാരാകുക, ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് തത്തുമൈയുടെ ഈ സന്ദേശം പ്രചരിപ്പിക്കുക. ഞങ്ങളോടൊപ്പം നിൽക്കൂ, രാഷ്ട്രത്തോടൊപ്പം നിൽക്കൂ, ദേശീയതയ്ക്കൊപ്പം സഞ്ചരിക്കൂ.